നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രസൻസിനും കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ഈ തിരുഹിതമല്ലാത്ത എന്തൊക്കെ എന്നിൽ നിന്ന് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എക്സൽ മീഡിയ ടിവിയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു കഥാപാത്രമാണല്ലോ സക്കായി. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും സൺഡേ സ്കൂളിൽ പഠിക്കുന്ന BBS മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ആ ഒരു കേന്ദ്ര കഥാപാത്രമാണ് സക്കായി. നമുക്കെല്ലാവർക്കും അറിയാം. ചില ചിന്തകൾ സക്കായിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സക്കായി അന്നത്തെ കാലത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ താൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? യഹൂദന്മാർ വെറുത്തുകൊണ്ടിരുന്ന റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ചുങ്കം അധികമായി പിരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ അവരെന്ത് ചെയ്തിരിക്കുന്നു? വെറുക്കുന്നു. അതിനകത്ത് അത് നമുക്ക് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് കാണുവാനായിട്ട് കഴിയും. തൊട്ട് താഴെ വായിക്കുന്നത്, യേശു സക്കായിയോട് ചേർന്ന് നടക്കുമ്പോൾ ഇവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ നടക്കാൻ പോകുന്നു എന്നുള്ള ആ പിറുപിറുക്കുന്ന ജനസമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവൻ വെറുക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ ഈ സക്കായി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിഷ്കളങ്കൻ എന്നാണ്. ഇന്നസെൻറ്റ്. ഹി വാസ് എൻ ഇന്നസെൻറ്റ് പേഴ്സൺ. സോ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവിനെ കാണുക, അല്ലെങ്കിൽ യേശു എന്നുള്ള ആ മനുഷ്യൻ എങ്ങനെയുള്ളവനെന്ന് കാണണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും, ഹി ഹാഡ് എ ഡീപ്പ് ഡിസയർ ടു മീറ്റ് ജീസസ്. കർത്താവ് എങ്ങനെയുള്ളവനാണ് എന്ന് കാണാൻ, തന്നെ ഒന്ന് കണ്ടുമുട്ടുവാൻ തൻ്റെ ഹൃദയത്തിനകത്ത് ആഴമേറിയ ഒരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഡീപ്പ് ഡിസയർ ലെഡ് ഹിം ടു ടേക്ക് എ ഡിസിഷൻ, അല്ലേ. ദാറ്റ് ഡിസിഷൻ വാസ് ടു ടേക്ക് റിസ്ക്. ആ ഡീപ്പ് ഡിസയർ തന്നെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചു. ആ തീരുമാനം മറ്റൊന്നുമല്ലായിരുന്നു, റിസ്ക് എടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെ നയിച്ചു. ആ റിസ്ക് എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ച 2 ഘടകങ്ങൾ നമുക്കറിയാം. താൻ വളർച്ചയിൽ കൂടിയവനായിരുന്നു. 2, യേശു പുരുഷാരത്തോടു കൂടെ നടക്കുന്ന നിമിത്തം പുരുഷാര നിമിത്തം യേശുവിനെ കാണാനായിട്ട് തനിക്ക് കഴിയുന്നില്ല. സോ സാഹചര്യം തൻ്റെ ഫിസിക്കലായിട്ടുള്ള കുറവുകളും അതുപോലെ പുരുഷാരം, അതായത് ഭൗതികമായി പുറമെയുള്ള കാര്യങ്ങളും തന്നെ യേശുവിനെ കാണുന്നെന്ന് വിലക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു? ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായി. ആ റിസ്ക് എടുക്കലാണ് താൻ എന്ത് ചെയ്ത് ആ കാട്ടത്തിമേലെ വലിഞ്ഞു കയറാനായിട്ട് ഇടയായതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ആ മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ ദൂരെ നിന്ന് കർത്താവിനെ കാണുമ്പോൾ തൻ്റെ ഹൃദയത്തിലെ ചിന്ത കർത്താവിനെ കാണണം, എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് കാണണം, ഇത് മാത്രമായിരുന്നു. പക്ഷേ നഥനയേൽ അത്തിയുടെ കീഴിൽ നിൽക്കുന്ന സമയത്ത് കർത്താവ് അവനെ കണ്ടു. നഥനയേൽ കർത്താവിൻ്റെ അടുക്ക് പോയപ്പോൾ, നീ അത്തിയുടെ കീഴിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടുവെന്ന് നഥനയേലിനോട് പറഞ്ഞപ്പോൾ നഥനയേൽ വിശ്വസിച്ചു. എന്നാൽ ഇവിടെ നാം കാണുന്നത് അത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായിയെ കർത്താവ് വിളിക്കുന്നതാണ്, അല്ലേ. ആ അത്തിയുടെ മരത്തിൻ്റെ കീഴിൽ വന്ന് സക്കായിയോട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് സക്കായിയോട് പറയുന്ന ഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമാണല്ലോ. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? നിൻ്റെ വീട്ടിൽ പാർക്കാനായിട്ട് പോകുന്നു. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിലെ സന്തോഷവും കർത്താവിനെ റിസീവ് ചെയ്യാനുള്ള ആഗ്രഹവും ആ ഒരു ഉത്സാഹവും കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അറിയാതൊരു ചിരിയും ഒരു സന്തോഷവും നമുക്കും വരും. കാരണം താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നാണ്, താൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച ആ ഒരു വ്യക്തി എൻ്റെ ഭവനത്തിലേക്ക് വരുന്നു എന്നുള്ള സന്തോഷം നിമിത്തം താൻ എന്ത് ചെയ്യുന്നു? അത്രമാത്രം സന്തോഷത്തോടെ കർത്താവിനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു ഭാഗം, വളരെ ബദ്ധപ്പാടോടുകൂടെ കർത്താവ് ആ വാക്ക് പറഞ്ഞപ്പോൾ വളരെ ബദ്ധപ്പാടോടുകൂടെ തന്നെ ഇറങ്ങി വന്ന് കർത്താവിനെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം എങ്ങനെയുള്ള മനുഷ്യനാണ് കർത്താവ് എന്നറിയാൻ മാത്രമാണ് സക്കായി ആഗ്രഹിച്ചത്. പക്ഷേ ഈ സക്കായിയോട് ചേർന്ന് നടക്കുന്ന കർത്താവ് ആരാണെന്നുള്ള ബോധം താൻ പയ്യെ മനസ്സിലാക്കുന്നതോറും ഹിസ് ലൈഫ്
ബിഗാൻ ടു ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോംഡ്. അല്ലേ? തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള കാരണം നമുക്കറിയാം, കർത്താവിൻ്റെ സാന്നിധ്യം ആ വ്യക്തി ജീവിതത്തിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി. അപ്പോൾ തൻ്റെ ഭവനത്തിൽ താൻ സ്വീകരിച്ചു, വളരെ ബദ്ധപ്പാടോടുകൂടെ കർത്താവിനെ സ്വീകരിച്ചു, ഭവനത്തിൽ കൊണ്ടുപോയി. ഭവനത്തിൽ താൻ പാർക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ചെന്നത്. ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലാണ് പാർക്കുന്നത്, അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്. ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ പ്രസൻസ് ഓരോ നിമിഷവും അനുഭവിക്കുന്തോറും അവൻ്റെ ജീവിതം അമ്പാടെ മാറുകയായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഡിസിഷൻ താൻ എടുക്കുന്നത് എന്നല്ലേ. ഒരു ഡിസിഷൻ എടുത്തു ടു ടേക്ക് റിസ്ക്. രണ്ടാമത്തെ ഡിസിഷൻ വീണ്ടും വരുന്നത്, ആ റിസ്ക് തൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിപ്പൻറ്റൻസ്, മാനസാന്തരം. ആ മാനസാന്തരത്തിലേക്ക് താൻ വരാനിടയായി. അല്ലേ? അവൻ സ്വമനസ്സാലെ കർത്താവിൻ്റെ പ്രസൻസിൽ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്തൊക്കെ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടോ, വഞ്ചിച്ച് വാങ്ങിയിട്ടുണ്ടോ, അത് 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. മാത്രമല്ല, അല്ലേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാനായിട്ട് പോകുന്നു. ദാറ്റ് മീൻസ് അവൻ പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി, സമ്പത്തില്ലാത്തവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി ഇരിക്കുവാൻ താൻ തീരുമാനിച്ചു. കാരണം താൻ കണ്ടെത്തിയത് ഇതിനേക്കാളും വലിയൊരു സമ്പത്തിനെയാണ്, അത് കർത്താവിനെയാണ്. അല്ലേ? അപ്പോൾ തൻ്റെ കുറവുകളെ കണ്ടറിഞ്ഞ് തന്നെ മറ്റുള്ളവരെല്ലാവരും മാറ്റിവെക്കുമ്പോഴും തൻ്റെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവിനെ താൻ കണ്ടുമുട്ടിയതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് താൻ മനസ്സിലാക്കി. അപ്പോൾ കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇതായിരുന്നു കർത്താവിൻ്റെ മിഷൻ, ഇതായിരുന്നു കർത്താവിൻ്റെ ഏക മിഷൻ. അല്ലേ? ആ ഒരു മിഷനാണ് സാക്കേസിൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്തത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ കർത്താവ് അങ്ങോട്ട് പോകുമ്പോഴും ചുറ്റും നിന്ന് പറയുന്ന പരീക്ഷന്മാരുണ്ട്. അല്ലേ? അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. എന്നാണ്, ഇവർ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അവർ പിറുപിറുക്കുന്നു. ആ പിറുപിറുപ്പിനെ അല്ല കർത്താവ് വകവെച്ചത്. പക്ഷേ ഒരു വലിയ ആഗ്രഹത്തോടു കൂടെ കാത്തു നിൽക്കുന്ന സക്കായിയാണ് കർത്താവ് ഏറ്റവും കാണുകയും അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് കർത്താവ് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം, വാട്ട് ഈസ് അവർ ഡീപ്പ് ഡിസയർ? നമ്മളെല്ലാം ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരായിരിക്കാം, കർത്താവിനെ അറിയുന്നവരായിരിക്കും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ കർത്താവിനെ അറിയാത്തവരും കാണാം. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ചോദ്യം, വാട്ട് ഈസ് അവർ ഡീപ്പ് ഡിസയർ? ഞാൻ കർത്താവിനെ അറിഞ്ഞു ശരിയാണ്, പക്ഷേ എനിക്കെൻ്റെ കർത്താവിനെ ഒന്നുകൂടെ അടുത്തറിയണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? നോക്കൂ, കർത്താവ് ഓരോ നിമിഷവും നമ്മോട് കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം കൂടുതൽ ട്രാൻസ്ഫോംഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. കർത്താവ് അന്ന് രാത്രി ഭവനത്തിൽ വന്നപ്പോൾ തൻ്റെ ഭവനത്തിലെല്ലാം ശൂന്യമായെന്ന് ഞാൻ വിശ്വസിക്കുക. കർത്താവ് മനഃപൂർവ്വമായിട്ട് അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഭവനത്തിലേക്ക് പോകുന്നത്. കാരണം അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അത്ര വലുതായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രസൻസിനും, കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ഈ തിരുഹിതമല്ലാത്ത എന്തൊക്കെ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമോ അതെല്ലാം മാറ്റിക്കളയുവാൻ എൻ്റെ കർത്താവിൻ്റെ പ്രസൻസിന് കഴിയും. അങ്ങനെയെങ്കിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുന്നത് എത്ര നല്ലതായിരിക്കും. ആ ഡീപ്പ് ഡിസയർ ലെറ്റ് ഹിം ടു ടേക്ക് എ ഡിസിഷൻ ടു ടേക്ക് റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ആ റിസ്ക് എടുത്തത് തന്നെ റിപ്പൻറ്റൻസിലേക്ക് നയിച്ചു. മാത്രമല്ല, അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി തീരാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഓരോ ദിവസങ്ങളും ഈ സാക്കേസിനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഡീപ്പ് ഡിസയറോടുകൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലാം. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം, അങ്ങേ അനുഭവിച്ചറിയണം. എങ്ങനെ അനുഭവിച്ചറിയണം? അങ്ങയുടെ പ്രസൻസ് വരുമ്പോൾ എന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാനുണ്ടോ അത് മാറ്റിക്കളയാനുള്ള ഒരു കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ തരണം. മാത്രമല്ല, ഈ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അധികമായി വർദ്ധിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന വ്യക്തി ജീവിതങ്ങളെ ഒരിക്കലും നാം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, തള്ളിക്കളയേണ്ട കാര്യമില്ല. അവരെല്ലാവരും കർത്താവിനെ അറിയേണ്ടതാണ്. ആ കർത്താവിൻ്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതേ പ്രസൻസ് മറ്റുള്ളവരിൽക്കും ഷെയർ ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടെ എൻ്റെ
വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.